ടാ, ഇവൻ നിന്റെ കൂടെ +2 പഠിച്ചതല്ലേ? ഇവൻ പ്രയാതത്തിനെ കൊഴിപ്പിക്കോ? എന്റെ അമ്മയോ മന്ത്രവാദി നല്ല ഇലക്ട്രീഷ്യനാ. അവൻ കണ്ടറിഞ്ഞൂടെ? അയ്യേ, എന്തായേ +2 കഴിഞ്ഞപ്പോ അവന്റെ വീട്ടുകാരി ഉന്തി നള്ളി 4-5 വർഷത്തെ കോഴ്സ് ഇടിപ്പിച്ചില്ലേ? അതാണ് അവൻ രക്ഷപ്പെട്ടു. ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ? ശമ്പളമല്ലമ്മേ, ലാഭം. ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ. വിക്ടറി ITI ഷൊർണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് അവഗണന. പുതിയ കെട്ടിടം വന്നതോടുകൂടി കൃഷിഭവന്റെ ഫയലുകൾ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ. ദൃശ്യങ്ങൾ CCTVക്ക്. കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് അവഗണന. പുതിയ കെട്ടിടം വന്നതോടുകൂടി കൃഷിഭവന്റെ ഫയലുകൾ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ. ദൃശ്യങ്ങൾ CCTVക്ക്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗിൽ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന കൃഷിഭവൻ നവീകരിച്ച് പഞ്ചായത്ത് ഓഫീസായി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തതോടുകൂടിയാണ് കൃഷിഭവന് അവഗണനയ്ക്ക് തുടക്കമായത്. കൃഷിഭവൻ എവിടെ പ്രവർത്തിക്കണമെന്നറിയാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും കാർഷിക ഗ്രാമമായ കൊണ്ടാഴിയിലെ കൃഷിഭവന്റെ പ്രവർത്തനം മാറ്റുന്നതോടുകൂടി ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുമെന്നും ആരോപണമുയരുന്നു. കൃഷിക്ക് ആവശ്യമായി വരുന്ന വളങ്ങളും സസ്യങ്ങളും സൂക്ഷിക്കാൻ ഇടമില്ലാതായി മാറി. കൊണ്ടാഴി പാറമേൽപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന കൃഷിഭവന് സ്വന്തമായി സ്ഥലം ഉണ്ടായിരുന്നതാണ്. ഇത് പഞ്ചായത്ത് ബിൽഡിംഗിലേക്ക് മാറ്റിയതാണ്. എന്നാൽ ഇപ്പോൾ മുൻപ് പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന 1-ാം നിലയിലാണ് ഇപ്പോൾ കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. ഇത് കൃഷിക്കാർക്കും വയോജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തീരുമാനമാണ് കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതി എടുത്തിരിക്കുന്നതെന്നും ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ജനങ്ങൾക്കായി സൗകര്യപ്രദമായ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കണമെന്നും കൊണ്ടാഴി BJP കമ്മിറ്റി ആവശ്യപ്പെട്ടു. BJP മണ്ഡലം സെക്രട്ടറി വിജിത്ത് വാര്യർ സംസാരിക്കുന്നു. കൊണ്ടാഴി പഞ്ചായത്ത് വളരെ കാർഷിക മേഖലയെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ധാരാളം കർഷകർ ഉള്ള ഒരു പഞ്ചായത്താണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടം വളരെ വിപുലമായ രീതിയിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിന് കൂടെ ഈ പറയുന്ന കൃഷിഭവൻ നടക്കുന്നത് ആ പഞ്ചായത്ത് കെട്ടിടത്തിലായിരുന്നു. അവർക്ക് ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള യാതൊരു തരത്തിലുള്ള സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫയലുകൾ മുഴുവൻ ചാക്കിൽ കെട്ടിയ നിലയിലാണ് ഇപ്പോഴുള്ളത്. അവർക്ക് കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു മാനദണ്ഡം ഇല്ലാത്ത അവസ്ഥ. കർഷകരായിട്ടുള്ള ജനങ്ങൾക്ക്, വയസ്സായവരും വാർദ്ധക്യം മൂലമുള്ള ആളുകൾക്കും ഈ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥ. അതേപോലെ തന്നെ കർഷകർക്കുള്ള വളം, അതേപോലുള്ള മറ്റ് സസ്യങ്ങളൊക്കെ വരുമ്പോൾ അത് സൂക്ഷിക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ. ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷിഭവൻ പ്രവർത്തിക്കുന്നതിനെ പറ്റിയോ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നതിനെ പറ്റിയോ ഗ്രാമപഞ്ചായത്ത് യാതൊരു തരത്തിലുള്ള ഒരു നിർദ്ദേശവും അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷിഭവന് സ്വന്തമായി ഈ പാറമേൽപ്പടിയിൽ തന്നെ കെട്ടിടവും സംവിധാനങ്ങളും ഉണ്ടായിരുന്നത് അവിടുന്ന് പറിച്ചു മാറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ താഴെ നിലയിലേക്ക് മാറ്റി കൊടുത്ത് അവിടെ നിന്ന് അവരെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റി ഇപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു റൂമും ഫയലുകളെല്ലാം ചാക്കിൽ കെട്ടി വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് കൃഷിഭവന്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിൽ എത്രയും പെട്ടെന്ന് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കൃഷിഭവനും ഇടപെടണമെന്നും എത്രയും പെട്ടെന്ന് കർഷകർക്കും അതേപോലെ കൃഷിഭവന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും വേണ്ടി ആ കൃഷിഭവൻ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി കൊടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. 5-ാം വാർഡ് കൺവീനർ ഗിരീശൻ KP, ഹേമകുമാർ PR തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ് കൊണ്ടാഴി.